അസ്സലാമു അലൈക്കും. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ബനോഫി പുഡിംഗ് ആണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള പുഡിംഗ് ആണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കാൻ നമുക്ക് നോക്കാം. ഇതുണ്ടാക്കാൻ ഒരു 2-3 പാക്കറ്റോളം ഡൈജസ്റ്റീവ് ബിസ്ക്കറ്റ്സ് വേണം. പിന്നെ ബട്ടർ, 2 ബനാന, ആവശ്യത്തിന് വിപ്പിംഗ് ക്രീം, മിൽക്ക് മെയ്ഡ്, പിന്നെ ഡെക്കറേഷന് വേണ്ടി കുറച്ച് ചോക്ലേറ്റും. അപ്പോൾ 2 പാക്കറ്റ് ബിസ്ക്കറ്റ് ഞാനിതുപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യമായ ബട്ടർ മെൽറ്റ് ചെയ്തെടുക്കാം. ഞാനൊരു 50 ഗ്രാമോളം ബട്ടർ എടുത്തിട്ടുണ്ട്. ഇനി ഈ മിക്സ്ചർ ഇതുപോലത്തെ ഒരു ടാർട്ട് പാനിൽ നന്നായി പ്രസ് ചെയ്തെടുക്കണം. എൻ്റെ കയ്യിൽ അതില്ലാത്തതുകൊണ്ട് ഞാനൊരു പ്ലേറ്റിലാണ് ചെയ്യുന്നത്. ഇത് നന്നായിട്ട് ഗ്ലാസ്സിനോട് ഇതുപോലെ പ്രസ് ചെയ്തതിന് ശേഷം 20 മിനിറ്റ് റെഫ്രിജറേറ്റ് ചെയ്യാം. ഇനി ടോഫി സോസ് ഉണ്ടാക്കാൻ വേണ്ടി ഒരു പ്രഷർ കുക്കറിൽ ഈ മിൽക്ക് മെയ്ഡ് മുങ്ങോളം വെള്ളം എടുത്തതിന് ശേഷം ഇത് ചെറിയ തീയിൽ ഒരു 35 മിനിറ്റോളം വേവിച്ചെടുക്കണം. ഫസ്റ്റ് വിസിൽ വരെ ഹൈ ഫ്ലെയിമിലും അത് കഴിഞ്ഞ് തീ ചെറുതാക്കി കൊടുത്താൽ മതി. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ഡെലിക്കേറ്റ് ആയിട്ട് ഇത് തുറക്കണം. കണ്ടാരം തുറയുന്നില്ലല്ലോ സൂര്യേട്ടാ. നമ്മൾ നേരത്തെ പ്രസ് ചെയ്ത് വെച്ച ബിസ്ക്കറ്റിൻ്റെ മുകളിലായിട്ട് 2 ബനാന കട്ട് ചെയ്തിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കാം. റോബസ്റ്റ് പഴം എടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഇനി നമ്മുടെ ടോഫി സോസ് ചൂടുവെള്ളത്തിൽ മുക്കിയ സ്പൂൺ കൊണ്ട് ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമുള്ള വിപ്പിംഗ് ക്രീം ഞാനിതുപോലെ ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. വിപ്പിംഗ് ക്രീം കൂടി ഇതിൻ്റെ മുകളിൽ നന്നായിട്ട് ലെയർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിനൊരു ക്രഞ്ചി ടേസ്റ്റ് കിട്ടാൻ വേണ്ടി ഞാൻ മഞ്ച് ക്രഷ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ബനോഫി പൈ ഇവിടെ ഏകദേശം റെഡിയാണ്. ഇനി ഇതൊരു അരമണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം നല്ല തണുപ്പോടെ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇടുക. താങ്ക് യു ഫോർ വാച്ചിങ്.